ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഫ്രഞ്ച് ഫ്രൈസും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെൽക്കം ടു പാത്തൂസ് കിച്ചൺ വൈബ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് തടിച്ചിട്ട് ചെയ്യരുത്, എന്നാൽ ഒരുപാട് അങ്ങ് നേരിയ രീതിയിലായിപ്പോയരുത്. കണക്കായിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് അങ്ങനെയെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. ഓക്കെ, ഇവിടെ ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പൊട്ടറ്റോ ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നമുക്കതിലേക്കൊരു രണ്ടല്ല ഏകദേശം അത് മുങ്ങുന്ന കണക്കിന് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പൊട്ടറ്റോസിനെ എടുത്തിട്ട് അതിലിട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് അതിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ പൊട്ടറ്റോസിന് കുറച്ചൊരു ഉപ്പ് പിടിക്കുന്നത് വരെ അങ്ങനെ നല്ല രീതിയിലൊന്നും ഉപ്പ് പിടിക്കില്ല, എന്നാലും കുറച്ച് നേരം വെച്ച് അത്യാവശ്യം ഉപ്പൊന്ന് പിടിച്ച് വരുന്നത് വരെ അവിടെ വെക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു കോട്ടൻ്റെ തുണി എടുക്കാം. ഞാനിവിടെ ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ പൊട്ടറ്റോസൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിന് ഈർപ്പം ഇല്ലാത്ത രീതിയിൽ, ഈർപ്പമൊക്കെ ആ ഒരു കോട്ടൺ വലിച്ചെടുക്കുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് പൊട്ടറ്റോസിനെ ഫ്രഷ് ആക്കി ഒന്ന് എടുക്കണം. അപ്പോൾ അതൊക്കെ എടുത്തൊരു പാത്രത്തിലേക്ക് അങ്ങ് തട്ടാം. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാൻ അടുപ്പത്ത് വെക്കുക, ഓയിൽ ഒഴിക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊട്ടറ്റോസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. ഒരു 4 മിനിറ്റ് എങ്കിലും അതൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ പൊട്ടറ്റോസും അതുപോലെ 4 മിനിറ്റ് വെച്ചിട്ട് 4-5 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് ഡബിളായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കണം. അതിന് രണ്ടാമത് ഒന്നുകൂടി ഫ്രൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ എൻ്റെ വീഡിയോസ് പാത്തൂസ് കിച്ചൺ വൈബ്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റുമെങ്കിൽ ആ ഷെയർ കൂടി ഒന്ന് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം കേട്ടോ. പൊട്ടറ്റോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റമാണല്ലോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ ഈ ടൊമാറ്റോ കെച്ചപ്പൊക്കെ വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് മക്കൾസിനൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക, നിങ്ങളും കഴിക്കുക. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം അതുപോലെ എല്ലാത്തിനും ഒരുമിച്ചിട്ടിട്ട് ഒരു 4 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം സെറ്റ് ചെയ്തു. ഇനി നമുക്കടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം വീണ്ടും അഗൈൻ നമുക്ക് എണ്ണ ചൂടാക്കാം. ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊരു ബ്രൗണിഷ് കളറാവുന്നത് വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയി വരും. നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് ടൈമൊക്കെ ഉണ്ടാക്കി വെച്ച് കുറച്ച് ടൈമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ക്രിസ്പിനെസ്സൊക്കെ പോവും. അതേത് പൊട്ടറ്റോ ആണല്ലോ, അതങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ എക്സ്ട്രാ വല്ല മെത്തേഡൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് നിൽക്കും. ഇത് ഫ്രൈ ചെയ്തെടുത്ത പാട് നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല ഇതായിട്ട് വരുന്നുണ്ട്. പൊട്ടറ്റോ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. വേറെ ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. അപ്പം അങ്ങനെയാണ്, അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത് കുക്കാവട്ടെ. അങ്ങനെ നമ്മൾ സ്വന്തം പൊട്ടറ്റോ വെച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ്, പൊട്ടറ്റോ വെച്ചിട്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് കെച്ചപ്പിൽ മുക്കി കഴിക്കാൻ എന്താ ടേസ്റ്റ്! വാ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക. അപ്പോൾ കിഡ്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.